ഫ്രാൻസ് കഫ്ക ഒരു ദിവസം ബെർലിനിലെ പാർക്കിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അവളുടെ ഫേവറേറ്റ് ഡോൾ കാണാതായ സങ്കടത്തിൽ ഇരുന്ന് കരയായിരുന്നു. കഫ്കയും അവളും കൂടെ ആ പാവയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് തിരഞ്ഞെങ്കിലും അത് കിട്ടിയില്ല. ശേഷം കഫ്ക അവളോട് അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് തിരയാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം പാവയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് തിരഞ്ഞെങ്കിലും കിട്ടാതെയായപ്പോൾ കഫ്ക അവൾക്കൊരു കത്ത് കൊടുത്തു. എന്നിട്ട് ഇത് ആ പാവ എഴുതിയതാണെന്ന് പറഞ്ഞു. കത്തിൽ എഴുതിയിരുന്നത്, നീ വിഷമിക്കരുത്, ഞാൻ ഈ ലോകം കറങ്ങാനായിട്ട് ഒരു യാത്ര പോയിരിക്കുകയാണ്. പക്ഷേ ഞാൻ എന്നും നിനക്കായിട്ട് കത്തുകൾ എഴുതും. അങ്ങനെ എന്നും അവൾക്ക് കത്തുകൾ വന്നുകൊണ്ടേയിരുന്നു. കഫ്ക അവൾക്ക് എന്നും കത്തുകൾ വായിച്ചു കൊടുത്തു. അവൾ വളരെ സന്തോഷത്തോടു കൂടിയും അത്ഭുതത്തോടു കൂടിയും അത് കേട്ടു. അവസാനം കഫ്ക ഒരു പുതിയ പാവയെ വാങ്ങിച്ച് അവളുടെ പാവ തിരിച്ചു വന്നതായി പറഞ്ഞ് അവളുടെ കയ്യിൽ കൊടുത്തു. പക്ഷേ ഇതെന്റെ പാവയല്ലോ എന്നവൾ പറഞ്ഞു. അപ്പൊ കഫ്ക വീണ്ടും ഒരു കത്ത് കൊടുത്തു. അതിലെഴുതിയിരുന്നത്, എൻ്റെ യാത്രകൾ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. മൈ ട്രാവൽസ് ഹാവ് ചേഞ്ച്ഡ് മീ എ ലോട്ട്. കുട്ടി പാവയെ കെട്ടിപ്പിടിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 1 വർഷത്തിന് ശേഷം കഫ്ക മരിച്ചു. വർഷങ്ങൾക്ക് ശേഷം പാവയ്ക്കുള്ളിൽ നിന്ന് അവൾക്കൊരു കത്ത് കിട്ടി. അതിൽ കഫ്കയുടെ ഒപ്പമുണ്ടായിരുന്നു. അതിലെഴുതിയിരുന്നത്, നീ സ്നേഹിക്കുന്നതെല്ലാം നിനക്ക് നഷ്ടപ്പെടും, പക്ഷെ അവസാനം സ്നേഹം മറ്റൊരു വഴിയിൽ നിന്നെ തേടി തിരിച്ചു വരും.